എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 39-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 39. തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർദ്ധം ജനനി മഹതീം താം ച സമയാം യഥാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി. തവ സ്വാധിഷ്ഠാനേ ഹുതവഹം അധിഷ്ഠായ നിരതം തം ഈഡേ സംവർദ്ധം ജനനി മഹതീം താം ച സമയാം യഥാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്ര യാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി. അല്ലയോ ലോകജനനി, അല്ലയോ അമ്മേ, നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നി രുദ്രനെയും ആ അഗ്നിയുടെ ജ്വാലാശക്തിരൂപിണിയും മഹതിയുമായ സമയാദേവിയെയും ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു സാധകൻ ദേവിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ കാണുന്നത് മഹാപ്രളയ കാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നി രുദ്രനെയാണ്. ആ അഗ്നിയുടെ കാലാഗ്നി രുദ്രനെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ ആ അഗ്നിയുടെ ജ്വാലാശക്തി രൂപിണിയും മഹതിയുമായ സമയാദേവിയെയും ഞാൻ സ്തുതിക്കുന്നു. ആ രുദ്രശക്തികളുടെ മഹാകോപത്തോടു കൂടിയ ഈ ക്ഷണം ലോകങ്ങളെയെല്ലാം ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് നിന്തിരുവടിയുടെ കരുണയോടു കൂടിയ ദൃഷ്ടിയാകുന്നു. എന്ന് വെച്ചാൽ രുദ്രൻ ദഹിപ്പിക്കുന്നു, ദേവിയുടെ ദൃഷ്ടി അതിനെ തണുപ്പിക്കുന്നു. അപ്പം പ്രളയാഗ്നി വരുമ്പോൾ, പ്രളയാഗ്നിയിലെല്ലാം ദഹിച്ചു പോകുമ്പോൾ ആ രുദ്രൻ്റെ ദൃഷ്ടി അതിനെയെല്ലാം ദഹിപ്പിക്കുന്നു. പ്രളയാഗ്നിയിൽ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു. ആ ദൃഷ്ടിയെ ദേവി തണുപ്പിക്കുന്നു. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം അഗ്നിതത്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു. അവിടെയുണ്ടായ അഗ്നിയിൽ പ്രളയകാലാഗ്നിയെ ഉണ്ടാക്കി അതിൻ്റെ അധിഷ്ഠാതാവായ കാലാഗ്നി രുദ്രനെ കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മഹാജ്വാലയെ ശക്തിരൂപേണ ഭാവിച്ച് സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ രുദ്രൻ പ്രളയകാലാഗ്നിയാകുന്നു. ആ കാലാഗ്നിയിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. ആ മഹാജ്വാലയെ ശക്തിരൂപേണ ഭാവിച്ച് ഞാൻ സ്തുതിക്കുന്നു. നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയെ അനവരതം അധിഷ്ഠാനം ചെയ്ത് ലോകങ്ങളുടെ മഹാസംഹാരകാരകനായ രുദ്രനെയും ആ കാലാഗ്നിയുടെ ജ്വാലാരൂപിണിയായ പരാശക്തിയെയും ഞാൻ സ്തുതിക്കുന്നു. അപ്പം മഹാപ്രളയകാലാഗ്നി അവിടെ വരുത്തിയതാരാണ്? രുദ്രനാണ്. ആ രുദ്രൻ അങ്ങനെ മഹാപ്രളയകാലത്തിൽ എല്ലാവരെയും സംഹരിക്കുമ്പോൾ അവിടെ ആ കാലാഗ്നിയുടെ ജ്വാലാരൂപിണിയായ പരാശക്തി അതിനെയെല്ലാം എന്തു ചെയ്യുന്നു? അതിനെയെല്ലാം തണുപ്പിക്കുന്നു. അപ്പം പ്രളയകാലാഗ്നിയുടെ മഹാസംഹാരകനായ രുദ്രനെ ഞാൻ നമിക്കുന്നു. അതുപോലെ തന്നെ ജ്വാലാരൂപിണിയായ പരാശക്തിയെ ഞാൻ സ്തുതിക്കുന്നു. അപ്പം ഇവരുടെ ആലോകം ഈ ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് കരുണാനിധിയായ നിന്തിരുവടിയുടെ ദൃഷ്ടിയാകുന്നു. അപ്പം രുദ്രനിങ്ങനെ കോപിച്ച് പ്രളയം നടത്തുമ്പോൾ അതിനെയെല്ലാം ദേവി തൻ്റെ കരുണാനിധിയായ ദേവിയുടെ ദൃഷ്ടി എന്ത് ചെയ്യുന്നു? ഈ എല്ലാത്തിനെയും പുനരുൽപ്പത്തി നടത്തുന്നു. വീണ്ടും നശിപ്പിച്ചതിനെയല്ല, നശിപ്പിച്ചതിനെന്നല്ല, ഈ എല്ലാം നശിച്ചു പോകുമല്ലോ. ആ പ്രളയ കാലാഗ്നിയിലെല്ലാം ഇല്ലാതെയാകുന്നു. അവിടെ ദേവി പുതിയ കരുണാനിധിയായ നിന്തിരുവടിയുടെ ദൃഷ്ടി എന്ത് ചെയ്യുന്നു? ഈ ഭസ്മീകരിച്ചു തുടങ്ങിയ ഈ കാലാഗ്നി രുദ്രനും ശക്തിയും കൂടി ലോകങ്ങളെ ഭസ്മീകരിച്ച് തുടങ്ങുമ്പോൾ മണിപൂര ചക്രത്തിൽ പതിച്ച ദയാർദ്രയായ ദേവീ ദൃഷ്ടിയാകുന്നു ലോകങ്ങൾക്ക് ശിശിരോപചാരം ചെയ്യുന്നത്. അതായത് സംഹാരരുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തിൻ്റെ പുനരുൽപ്പത്തി ശ്രീദേവി നിമിത്തമാകുമെന്ന്
ചിന്തിക്കുക. അപ്പോൾ എല്ലാത്തിനെയും പ്രളയകാലാഗ്നിയിലെല്ലാം സംഹരിക്കപ്പെട്ടാലും അവിടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പുനരുൽപ്പത്തി എന്ന് പറയുന്നത്, ഈ ബ്രഹ്മാണ്ടം വീണ്ടും ഉണ്ടാകുന്നത് ഈ ശ്രീദേവി നിമിത്തമാകുന്നു. അതായത് രുദ്രൻ എല്ലാത്തിനെയും നശിപ്പിക്കുന്നു, ദേവി അതിനെ എല്ലാം പുനരുൽപ്പത്തി നൽകുന്നു, വീണ്ടും പുനർജനിപ്പിക്കുന്നു. അപ്പം ശിവനും ശക്തിയും കൂടെ ചേർന്ന് എല്ലാം നശിപ്പിച്ചാലും ശക്തിയുടെ ആ പ്രളയകാലാഗ്നിയിൽ എന്തു പറ്റുന്നു? പ്രളയകാലാഗ്നിയിൽ രുദ്രനെല്ലാം നശിപ്പിക്കുന്നു, സംഹരിക്കുന്നു. എന്നാൽ ശ്രീദേവി മഹാദേവി അതിനെ പുനർജീവിപ്പിക്കുന്നു. അപ്പം ഇവിടെ ദേവി അമ്മയാണ്. ആ അമ്മയാണ് വീണ്ടും സൃഷ്ടി നടത്തുന്നത്. തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർദ്ധം ജനനീ മഹതീം സമയാം യഥാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടി ശിശിരമുപചാരം രചയിതി. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.